അച്ഛൻ റസിയന്റെ അവിടെ നിന്ന് കഴിച്ചു നസീമിന്റെ കൂടെ. അതെയാ? ഓ അത് ശരി. അപ്പൊ നിനക്കും പോയിരുന്നില്ലടി? എന്റെ പോലെ உனக்கு பாகியம் இல்ல, அவனுக்கு தான் பாகியம். அங்க போனா மீன் குழம்பும் இறைச்சி குழம்பு எல்லாம் கூட்டி சாப்பிடலாம். இங்க சாம்பார் தானே, ஊத்து ஊத்து. நம்ம விதி என்ன சாம்பார் ரசம் புளி. ஏழையா சீக்கிரம் போனா எனக்கு 2 மணிக்கு ட்ரெயின். கொஞ்சம் லைட்டானு வச்சுக்கோ, ட்ரெயின் போயிடும். நிம்மதியா சாப்பிட முடியல, அதுதான் கஷ்டம். അല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് കുറച്ച് ചോറൊക്കെ പാടെ പൊറിഞ്ഞിട്ട് കൊണ്ടുപോയ പോയിരുന്നില്ലേ? എന്നിട്ട് വണ്ടിയിൽ ഇരുന്ന് കഴിക്കാലോ. சோறு சாப்பிட்டுட்டு பசி தாங்கலைன்னா 2வது சோறு எங்கேருந்து கிடைக்கும்? இங்கே ஆனால் பசி நிறைய வரைக்கும் சாப்பிடலாம்ல. അത് കുഴപ്പമില്ല. കൊച്ചു കഴിക്കണല്ലോ. என்ன എന്താണ് ഇത്? ഇതെന്താണ്? അതൊരു മുടി. ഇതിലെടുക്കുമാണ്. എനിക്ക് ചോറേ വേണ്ട. അതൊരു മുടിയല്ലേ ചേട്ടാ, അതങ്ങ് കളഞ്ഞില്ലേ? ഇനിയിപ്പോ എന്താ കുഴപ്പം? ഇനി വേറെ ഒന്നിനും ഉണ്ടാവില്ല, ഞാൻ കഴിച്ചോ. ഇത് ആദ്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എത്ര പ്രാവശ്യമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നതാണ്. അല്ല പറയേ. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറയലുണ്ടെടി മുടി അയച്ചിട്ടിട്ട് ഇങ്ങനെ വരരുത്. ഇവളെ മുടി കേട്ടോ. പിന്നെ എന്റെ മുടി ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കണത്, അമ്മയല്ലേ ഭക്ഷണം ഉണ്ടാക്കണേ. അപ്പൊ അമ്മേന്റെ ആയിരിക്കും ഇത്. അത് അമ്മേന്റെ മുടിയല്ല. അമ്മയുടെ മുടിയായിരുന്നാ വെളുത്തിരിക്കും. ഇത് കറുത്ത മുടി തന്നെ അളിയെടുത്തത്. നിന്റെ മുടിതാ അത്. അത് സാരല്ല ചേട്ടാ, ഒരു മുടിയല്ല. അതിപ്പോ കളഞ്ഞില്ല. എനിക്ക് വേണ്ടാന്ന്. എനിക്ക് ചോറേ വേണ്ട. അളിയ അപ്പടി முடியெல்லாம் கிடைக்கிறது சகஜம் தானே. அதுக்கு இப்ப என்ன தப்பு? இந்த முடி சிலதுக்கு மருந்து. நம்ம பாக்கெல்லாம் சாப்பிட்டு சொருக்கில் வந்து வச்சுக்கோ, முடி கழுகுன வெள்ளம் குடிச்சா போதும். മുടി സോർന്ന് കടച്ച് എത്ര പേര് ചത്തു പോയിരിക്കും. സാപ്പിടറിയാ. അത് തന്നെ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? മുടി ഭയങ്കര കൊഴിച്ചിൽ ഇങ്ങനെ പാറി നടക്കുക, അതുകൊണ്ട് പറ്റിപ്പോയതാ. കൊറേയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നോക്കണം കേട്ടോ, അല്ലാണ്ട് ശരിയാവില്ലത്. ഇത് വെയിലും കൊണ്ട് പണിയെടുത്തിട്ടുള്ള ആള് ചോറിനാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ചോറിൽ ഉള്ള മുടിയൊക്കെ പാടെ കൊണ്ട് കമിഴ്ത്തിയാല് അത് ഒരു മുടി മാറി എങ്ങനെയോ ആ സാമ്പാറിന്റെ എനിക്കൊന്നും ഇങ്ങനെ പറഞ്ഞിപ്പോ വന്നതായിരിക്കും. മല്ലി സമയക്കുന്ന ടൈമിലാവത് இந்த മുടി ഒന്ന് കെട്ടി വെച്ചിരിക്കലാമല്ലേ? ഇത് ആകെ ഇത്തിരി അല്ലേ ഉള്ളൂ, ഇത് കെട്ടാനൊന്നുമില്ല. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല ആ റസിയുടെ മാതിരി ആ തട്ടം നേരിട്ട് നിൽക്കുന്നു. ഇല്ലെങ്കിൽ ഒരു തോർത്ത് മുണ്ട് എടുത്ത് കെട്ടിക്കൂടെ നീ ഇവിടെ വെച്ച് കെട്ട്, എന്നിട്ട് ബാക്കിയുള്ളവരും കൂടി ആക്ക്. നിങ്ങൾ പിന്നോട് ചൂടായിട്ടുണ്ട്. ഞാൻ എത്ര ഇങ്ങോട്ട് പറഞ്ഞു എന്റെ മുടി കൊയ്യുന്നുണ്ട് ഒരു എണ്ണ വാങ്ങിച്ചു തരാൻ വേണ്ടിട്ട്. അത് ശരി. എപ്പോഴാണ് നീ എന്നോട് എണ്ണയുടെ കാര്യം പറഞ്ഞു? അല്ല പറയാനിരിക്കുന്നു. പിന്നെ പറഞ്ഞോ നീ എന്നോട്? പറഞ്ഞിട്ടില്ല, ഇപ്പൊ മുടി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ, ഇതിന് മുമ്പുണ്ടായിട്ടില്ലേ? ഇപ്പോഴത്തെ കാര്യമല്ല, കൊറേ ദിവസമായി മുടി കൊഴിയാൻ തുടങ്ങിയിട്ട്. അളിയാ പോട്ടെ അളിയാ, ഇനിയിപ്പോ സോറ് അശുദ്ധിയാണെന്ന് വെച്ചോ, കൊഞ്ചം തണ്ണി എടുത്ത് ഇപ്പിടി ഊത്തി തെളിച്ചിട്ട് വെച്ചോ, അത് പോയിടും. സാപ്പിട് അപ്പടി പണി സാപ്പിട്. എനിക്ക് ചോറേ വേണ്ട നിന്റെ. ഞാൻ വേറെ ചോറ് കലത്തുനിന്ന് എടുത്തു തരാം. വേണ്ടടി. அப்போ பசியோட இருக்கிறதா? அலியா நான் சீக்கிரம் சாப்பிட்டுட்டு வரேன். ரயில்வே ஸ்டேஷனுக்கு என் கூட வா. அங்க ஹோட்டலில் நமக்கு பொராட்டியும் பீஃபும் சாப்பிடலாம். ഒരു കഷ്ടം നോക്കി കാണിച്ചു വെച്ചേക്കണ പണി ഇവിടെ എപ്പോ ചെയ്യാൻ ഇത് വൃത്തിയാക്കൂല. റസിയ റസിയ ഒന്നിവിടെ വന്നേ. പണി കാണിച്ചു വെച്ചേക്കണേ. ഇതെന്താ കാട്ടണേ? എന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടില്ല എനിക്ക് മുടി ചെയ്യി കഴിഞ്ഞാൽ ഈ ചീർപ്പ് വൃത്തിയാക്കിട്ട് വെക്കണോന്ന്. എന്താ കാട്ടണേ? ഞാൻ പെട്ടെന്ന് ധൃതിയിലായതുകൊണ്ട്. പെട്ടെന്ന് ധൃതിയിലായതുകൊണ്ട് ഇതിവിടെ കാണുന്നോടത്തൊക്കെ മുടിയാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. ചീർപ്പിന്റെ മുകളിലും അവിടെ ഇവിടെ ആ ഫാൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിയുടെ വാൽമ പൊട്ട കടിച്ച മാതിരിയാണ് അങ്ങനെ കടന്ന് തിരിയാണ് ഒരു കൂട്ടം മുടി. അതെ അല്ല, ഞാൻ എനിക്കൊരു എണ്ണ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഇജ്ജ് പറഞ്ഞിട്ട്? അതാ എങ്ങനായാലും മേടിക്കണം. 247 ഉറുപ്പ്യാണ് ആ എണ്ണയുടെ വില. അത്രയും കായ് കൊടുത്ത് മേടിച്ചാണ്. അത് തലേതാക്കണില്ലേ ഇജ്ജ്? ഞാൻ തേക്കണുണ്ട്, അത് പതുക്കനെ ശരിയാകൂ. ഇത് പതുക്കനെ ശരിയാവണ ഇപ്പോഴും കൊഞ്ഞോണ്ടിരിക്കാണ് എന്റെ മുടി. ഐശ്വര്യറായി പറഞ്ഞു അത് ശരിയാകൂ. അങ്ങനെ വരട്ടെ. അപ്പൊ ഐശ്വര്യറായി പറഞ്ഞ കേട്ടിട്ടാണ് ഈ ചിഹ്നം കൊണ്ടായി മേടിപ്പിച്ചായില്ലേ? എടി നമുക്ക് അതൊക്കെ പരസ്യത്തിന് വേണ്ടി പറയണാണ്. ഒന്നല്ല ഓൾ അങ്ങനെ വെറുതെ ഒന്ന് കള്ളം പറയോ ടിവിയില്? അല്ലല്ല, ഡിജിപ്പോ അവിടെ അമിതാഭ് ബച്ചന്റെ വീട്ടിൽ പോയി നോക്കിയല്ലോ അത് കൊഴിയുണ്ടോ എന്നുള്ളത്. വേറെ ഓരോ പ്രാന്ത് കെട്ടിന്റെ കയ്യിലെ കായ് ആടാൻ വേണ്ടി നമുക്ക് ഞാൻ എണ്ണ തലയിൽ തേക്ക് കിട്ടോ.
ഇണ്ടെന്ന് തേക്കണുണ്ട്. ഞാൻ ഇപ്പൊ വേറൊരു ചീപ്പ് മേടിച്ചെന്നാ മതി ഞങ്ങക്ക്. അപ്പോൾ ഇത് വൃത്തിയാക്കാനുള്ള ഉദ്ദേശമല്ല, പുതിയ ചീർപ്പ് മേടിക്കാനാണ്. നന്നായിട്ടുണ്ട്. അതെ, ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, 247 ഉറുപ്പ്യം കൊടുത്തിട്ട് വാങ്ങിയ എണ്ണയാണ്. അത് അവിടെ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ പോരാ, തലേ തേക്ക്, എന്നിട്ട് കൊഴിച്ചല് നിർത്ത്. അലാക്ക് ഒരു 247 രൂപ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ചെലവാക്കി. അതിന് നിങ്ങൾ കണക്ക് പറയാണ്. എന്റെ പാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. എനിക്ക് ഈ ചീപ്പൊന്ന് കൈക്ക് തന്നാ പോരെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ചെമ്മീൻ കറിയുമുണ്ട്, വെണ്ടയ്ക്ക സാമ്പാറുണ്ട്. ഭയങ്കര പാട്ടാന്നല്ലോ. ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടോ പച്ചക്കറി കുറിക്കല്? പിന്നെ എന്റെ പാട്ട് വേറെ ആരും കേൾക്കില്ലല്ലോ, ഞാൻ മാറട്ടെ. ഞാൻ കേട്ടിട്ടാ, ഭയങ്കര വിച്ചോട്ടൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഒറ്റ കുത്തിച്ചേരിട്ടോ. അപ്പൊ അത് പറയാൻ ഇങ്ങോട്ട് വന്ന് അല്ല ഇത്തിരി മോരൂരോടി. ഞാൻ ഉറച്ചു കേളു. ആ ഉറ വെച്ചത് ഇത്തിരി തന്നേക്ക്. അതായിട്ടില്ല. ആയിട്ടില്ലേ? എന്തേ ഇന്ന് വാസുട്ടേട്ടൻ ചോറുന്നില്ലടി. എന്റെ കറിയിലേ 2 മുടി ഉണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യത്തില, ചോറും കറിയും ഒന്നും കഴിച്ചില്ല, എടുത്തങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. ഇത്തിരി മോരുണ്ടെങ്കിൽ ഒന്നാമത് ഈ ശ്രദ്ധിക്കുക. അപ്പ തന്നെ പൊയിഞ്ഞിരിക്കണം. നോക്ക്, എന്റെ പച്ചക്കറിയിലാക്കാൻ കളയാൻ. ഭയങ്കര കൊച്ചിലടി മുടി. ഇവിടെ പരിക്കറ്റ് ആയിരിക്കണം, എന്നെ കൊല്ലു. പിന്നെ എന്റെ മുടി ഇങ്ങനെ പൊയ്യാത്തോണ്ട് കുഴപ്പമില്ല. അന്റെ മുടി കൊയ്യയില്ലേ? എന്റെ മുടി കൊയ്യൊന്നുമില്ല. നമ്മള് സൂക്ഷിക്കണം മുടിയൊക്കെ. എങ്ങനെ? നല്ല എണ്ണ തേക്കണോ? ആണോ? ആ. ഈ എന്തെണ്ണയാടി തേക്കല്? അതേ 247 രൂപ. ഇപ്പൊ മുറിഞ്ഞേനെ. മറ്റേ 247 ഇല. 247 അല്ലയോ? ആ, ഇല ഇട്ട് കാച്ചിയത്. എന്തായാലും ഇട്ട് കാച്ചിയത്? ഈ മറ്റേ കൂവളത്തലയില്ലേ, കൂവളത്തല. പൂവളത്തലയോ? ആ, അതെന്തലയാ? അതെവിടെ കിട്ടൂ? കൂവളത്തല നിനക്കറിയില്ലേ? നമ്മളെ പറമ്പിലൊക്കെ കിട്ടുവോ? നമ്മുടെ പറമ്പിൽ ഇവിടെ ഒന്നും ഇല്ല. അതെന്താ അറിയോ, ഈ നല്ല വൃത്തിയുള്ള വലിയ വലിയ തറവാട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. എന്റെ തറവാട്ടിലുണ്ട്. ഒരെണ്ണല്ല, 4 മരണ്ട്. എന്നാ പിന്നെ അതൊക്കെ ഇട്ട് കാച്ചിയ എണ്ണ ഒന്ന് കാണിക്കാന്. എന്താ ഇതാണ് മല്ലികേ. ഈ എപ്പോഴും ഒരു ഭാഗ്യമില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ അത് തീർന്നു പോയത്. എണ്ണ തീർന്നാ? ആ, ഇന്നലെ തീർന്നു പോയി. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇക്കാനോട് പറയായിരുന്നു ഇന്ന് പോയിട്ട് ഒരു 250 ഇല പറിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ടേ. പരീക്ക പോകുന്നുണ്ടോ? എന്നാ പിന്നെ വാസുട്ടിയോട് കൂടെ വരാൻ പറയട്ടെ. അതെന്തിനാ? അല്ല, നീ ഓളെന്തൊക്കെ പോയി പറയും. എന്തിനാ വെറുതെ കൈ കീറണം? അത് തുടച്ചിട്ട് നമുക്കിത് കൊടുത്തിട്ടേ ഒരു സെക്കൻഡ് ഹാൻഡ് ആക്റ്റീവ് ആക്കിയാലോ. ഇല പറിക്കാൻ പോകുമ്പോ വാസേട്ടനെ കൂടെ കൂട്ടണേ. ഞാനിപ്പോ വാസേട്ടനെ കൂടെ പറഞ്ഞു വിടാം. എന്തല്ല ഇവളെന്താ ആടിനെ വളർത്തില്ല? എന്താണ് ഗ്യാസ് തീർന്നാ? എന്താണ്? എന്താ വല്ല അബദ്ധം പറ്റിയാ? ചെറുതായിട്ട്. എന്താണ്? അത് ഓള് വന്നിട്ട് പറഞ്ഞ് ഓളുടെ മുടി പൊയ്യണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റെ മുടി പൊയ്യണില്ലാന്ന്. അപ്പൊ ഓള് എന്നോട് ചോദിച്ചു എന്ത് എണ്ണയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൂളത്തിലിട്ട് കാച്ചി എണ്ണയാണ്. എന്തിനിപ്പോ അങ്ങനെ പറഞ്ഞ എനിക്ക് പറയാറുന്നില്ലേ? 247 ഉറുപ്പിന്റെ പരിയൊക്കെ കൊണ്ടുവരുന്ന ഒരു എണ്ണയാണ് ഞാൻ തേക്കണെന്ന് എനിക്ക് പറയാറുന്നില്ലേ? അതിപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, കൂളത്തിലിട്ട് എണ്ണയാണ്. 247 രൂപ നല്ല വില കൂടിയ ഹെയർ ഓയിലാ തേക്കണേന്ന് പറഞ്ഞൂടെ? അതിപ്പോ ഓളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓൾ എവിടുന്ന് മേടിക്കാനാണ്? നമ്മളെ പോലെയുള്ള പണക്കാർക്കൊക്കെ അല്ലേ അതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. പണക്കാരാ? ആ തുരുമ്പൊടിച്ച മിഷീനുമിട്ട് ചവിട്ടി അണ്ടർവെയർ തയ്ക്കണ ആളുടെ ഭാര്യ. എന്റെ വാപ്പാക്ക് നല്ല സ്വത്തുള്ള ആള് തന്നെയായിരുന്നു. നിറച്ച് പറമ്പും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. ആ പറമ്പെണ്ണെന്നും പറഞ്ഞ അവിടെ പുല്ലേ മുളക്കുള്ളൂ, മുടി മുളക്കൂല. എടി നമുക്ക് അമ്പാനിയുടെ ഭാര്യ തേക്കണ എണ്ണയാണെങ്കിൽ എന്താ കായ ഉണ്ടെങ്കിൽ അമ്മക്കും മേടിച്ചൂടെ? എന്നിട്ട് ചേട്ടാ എന്താ എന്റെ മുടി ഇപ്പോഴും കൊഞ്ഞോണ്ടിരിക്കല്ലേ? ഇപ്പൊ അതല്ലക്ക. പിന്നെ എന്താണ്? വേറെ പ്രശ്നം കൂടി ഉണ്ട്. എന്ത് പ്രശ്നം? ഓൾ എന്നോട് ചോദിച്ച് കൂവളത്തില് എവിടുന്നോ കിട്ടാന്ന്. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ തറവാട്ടില് 4 മരണ്ട്. ഇക്കിടക്കിടക്ക് പോയിട്ട് 247 ഇല കറക്റ്റായിട്ട് എണ്ണി പറിച്ചോണ്ട് വരുന്നു. എന്തൊക്കെ ഈ നമുക്ക് പറഞ്ഞിട്ടുണ്ടാക്കണം. നേരം വെളുത്തങ്ങാട് എണീറ്റിട്ട് പല്ലും തേച്ചിട്ട് 5-6 നുണങ്ങാട് പറഞ്ഞേക്കും. പിന്നെ നമ്മൾ അതുമ്മക്ക് കിടന്ന് തൂങ്ങണം. അല്ലാണ്ട് അതല്ലേ വാസുട്ടേറ്റം വരുമ്പോ നിങ്ങള് രണ്ടോ എന്താ അടക്കളയിൽ എന്താ ഗ്യാസ് തീർന്നുണ്ട്. പോവാ എങ്ങട് അപ്പൊ ഇല പറിക്കാൻ പോണ്ട് പറഞ്ഞിട്ട്
ആനക്ക് വല്ല പ്രാന്തുണ്ട് എന്റെ വാസു. ആ പെണ്ണ് വെറുതെ വെച്ച് കാച്ചിതാന്നേ വെച്ചാല്. എടാ റസിയുടെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് ഇപ്പൊ നീ ഇല പറിക്കാൻ പോണ്ട്, കൂവളത്തിന്റെ ഇല. അപ്പൊ എന്നോടും കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കല്ലേ? അല്ല ഈ എന്തിനാണ് കൂവളത്തിന്റെ ഇല എന്തിനാണ്? അതെന്താ അവൾക്ക് തലയിൽ എണ്ണ കാച്ചായി തേക്കാനോ മുടി കൊഴിയുണ്ട് പറഞ്ഞിട്ടേ. അതിനെന്തിനാ റസിയുടെ വീട്ടിൽ പോണ? എന്റെ വീട്ടിലുണ്ടല്ലോ ആവശ്യത്തിന്. അവിടെ ആ വാ, ഞാൻ സാധനം തരാം. ഇല കൊടുക്ക്. അതെ ലേശം ഇല പൊട്ടിക്കാൻ. ലേശമല്ല, ആവശ്യത്തിന്. ഈ അടി വേറെ കണ്ടവര് ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പിറ്റകള് കാണിയാ നോണ പറച്ചിനെ അന്ന് കാണിച്ചാലേ. റസിയ, പരീക്കൻ എന്ന് ഇല പറിക്കാൻ പോന്നേ? കൂവളത്തിന്റെ ഇല. കൂവളത്തിന്റെ അല്ല, അതെങ്ങനെയുണ്ട് തേച്ചിട്ട്? എന്റെ മോളെ, എന്റെ മുടി കൊഴിച്ചിലൊക്കെ മാറി. അത് മാത്രല്ല, മുടി നീളുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ശരിക്കും എന്റെ മക്കളാണെ സത്യടി മുടി എവിടെ ഇല്ല, മറ്റെല്ലായിടത്തും എന്റെ മുടിയല്ലേ, കൊഴിച്ചിലേ ഇല്ല. എന്താ അങ്ങനെ തരിച്ചു നോക്കിക്കുന്നേ? നിനക്ക് അനുഭവമുള്ളല്ലേ ഈ എണ്ണ? ആണ്. അല്ല, ഞാൻ എന്തറിയോ, ചില എണ്ണ ചിലർക്ക് പറ്റില്ലല്ലോ. അപ്പൊ അത് അനക്കത് ചേർന്നോന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്തായാലും മോളെ, ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ഭാഗ്യം ഉണ്ടെന്ന് തോന്നിട്ടോ. ആ എണ്ണ ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച്. അപ്പൊ ഈ പരീക്ക പോകുന്നുണ്ട് എന്നോട് പറയണട്ടോ, ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ചോദിച്ചിട്ട് പറയാം. പറയണേ. കൂവളത്തിലേക്ക് ആരെങ്കിലും തലേ തേക്കോ? ഓൾ ഇന്നെ ആക്കിയതാണോ? എന്താണ്, ചായയല്ലേ? ചായ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. എന്താ ഈ ഗഹനമായിട്ട് ഇങ്ങനെ വായിക്കണത്? ഇല്ല, ഞാൻ ഈ രാവിലെ എണീറ്റ പത്രത്തിലെ ക്ലാസിഫൈഡ്സ് ഒക്കെ ഒന്ന് നോക്കും. എന്തേലും ഒക്കെ ഉണ്ട്, നമുക്ക് നമ്മൾ തൂങ്ങാല്ലോ രാവിലെ. അതിപ്പോ ഇത് നോക്കിയില്ലൊക്കെ തൂങ്ങും. വീടും സ്ഥലവും കുറഞ്ഞ വിലക്ക് വിൽപ്പനക്ക്. എന്നിട്ട് ഇജല്ലേ പറഞ്ഞപ്പോ ഒരു കച്ചവടം നടക്കണില്ലാന്ന്. ആ ഫോൺ നമ്പറിലോട്ടൊന്ന് വിളിച്ചാലേ അതൊന്ന് തൂങ്ങാലോ. അവരുടെ വട്ടം ചുറ്റിക്കാലോ അല്ലേ. പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു. അല്ല, അപ്പൊ വേറെ ആരെങ്കിലും പണയം വെച്ചാലും നമുക്ക് എടുക്കാൻ പൈസ തരുമോ? വേറെ വല്ലൊരു പണയം വെച്ചതാ നമ്മളെടുത്ത് കൊടുക്കേ? അപ്പൊ ഇവർക്ക് എന്താ നേട്ടത്? അത് അങ്ങനല്ല. ഇപ്പൊ പണയം വെച്ചിട്ട് ഇപ്പൊ കുറച്ചും കൂടി കാശ് ആവശ്യമുണ്ട് വിചാരിക്കും. നമ്മളാണ് നമ്മുടെ സ്വർണ്ണമൊക്കെ പണയം വെക്കുകയും ചെയ്തു. അപ്പൊ അത് ഒന്നും കൂടി എടുത്ത് മറച്ചു വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് എടുക്കാൻ വേണ്ടേ? ആദ്യം പണയം വെച്ചത് ഇങ്ങോട്ട് എടുക്കാൻ കാശില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സഹായം തേടും. അപ്പൊ അവരത് ആദ്യം എടുക്കാനുള്ളത് കാശ് കൊടുക്കും. എന്നിട്ട് അത് എടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടി അതിനേക്കാൾ കൂടുതൽ കാശിന് വെക്കും. അപ്പൊ ഈ കാശ് കൊടുത്തവർക്ക് എന്താ നേട്ടം? അവരതിന്റെ കമ്മീഷൻ വാങ്ങും. അല്ലാണ്ട് എന്താ, അവരെ ഒന്നും കൂടി കടത്തിലാക്കാനുള്ള ആൾക്കാരാ അവര്. അതിന് വേറെ ഭാഷയാണ് എന്നിട്ട് സഹായിക്കുന്ന പറയണത്. ഒരു സംഭവം ഉണ്ടട്ടോ വരിക. ഈ നമ്മുടെ വാസൂട്ടി പണിക്ക് വിളിച്ച സമയമില്ല എന്ന് പറയണല്ലേ. ഇതേ എന്തോ സമയം കൂടുതൽ കിട്ടണ എന്തോ ഒരു ഗുളിക ഇറങ്ങിയിട്ടുണ്ട് സമയക്കുറവിന്. എടാ, നമുക്കത് അതിന്റെ നല്ലത്. വേറെ വല്ല വാർത്ത ഉണ്ടെങ്കിൽ വായിക്കുക. അല്ല, വാസൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പാ ഓനക്ക് സമയം ഉണ്ടാവുക ഇല്ലാതിരിക്കുക ചെയ്യട്ടെ. ഇവനിപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പണിക്ക് ഇരുത്തണ്ടേ, ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. വർക്ക്ഷോപ്പിന്റെ ഞാൻ പോളിയേട്ടനെ പറഞ്ഞല്ല. ഈ പറഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞ അതിന്റെ അഡ്വാൻസിന്റെ കാര്യങ്ങൾ സംസാരിക്കാന്നല്ലേ. ഞാൻ ചെന്ന് സംസാരിച്ച് ഞാനൊരു 3-4 വട്ടം അവനോട് പറയുകയും ചെയ്ത് ഒരു 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. പിന്നെ മാസം ഒരു 13 രൂപ വെച്ചിട്ട് അയാൾക്ക് കൊടുത്തേച്ചാൽ മതി, കംപ്ലീറ്റ് നോക്കി നടത്തിക്കോന്ന് പറഞ്ഞ. അയാൾക്ക് നേരമില്ല. അത് നല്ല നിലയിൽ നടക്കുന്ന വർക്ക്ഷോപ്പാണത്. ഒരുപാട് മരവും സംഭവമൊക്കെ അതിൽ കിടപ്പുണ്ട്. മാസവാടക എത്ര? മാസം ഒരു 15 ചോദിച്ചു. ഒരു 13 രൂപക്ക് ഞാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ അവിടെ ഇരുന്നാ കിട്ടും. പിന്നെ ഹിന്ദിക്കാര് പിള്ളേരെ കിട്ടുമെന്ന് 2 പേരെ പണിക്കാരെ വെച്ച് ഇയാൾ മേൽനോട്ടം നടത്തിയാ പോരെ? പറഞ്ഞാക്കണ്ട. ഞാൻ എത്ര വട്ടം പറഞ്ഞു. അവനെന്താ പറയാ, അവനിങ്ങനെ അലഞ്ഞ് ശീലിച്ചു പോയി. അവനെ എവിടെയെങ്കിലും ഒന്നും കൊണ്ട് ഇരുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മറ്റത് കൂടും. അത് ഇത്തിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടുപോയിരുത്താൻ ദൈവം സർപ്പോ? അല്ല, അതെ, ഈ എന്ത് പറഞ്ഞാലും ഈ തമാശയാണ്. ഇവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്കായിട്ട് ഇരുത്തി കഴിഞ്ഞാല് അതിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ പറ്റില്ലല്ലോ. ബാധ്യത വരുത്തണം.
ഇതിപ്പോ ഈ മാസം ഈ വാടക കൊടുക്കണം എന്നൊക്കെ അറിയുമ്പോഴേ ആ പണി നടന്നില്ലെങ്കിൽ പിന്നെ നമ്മള് രണ്ടാളും ഉണ്ടല്ലോ. അല്ല വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ നല്ലതാണത്. നല്ലതാണ്. അപ്പൊ നമുക്ക് 3 പേർക്കും ഒരു സ്ഥാപനമായി. എനിക്ക് പാർലറും ഉണ്ട്, പരിക്കൊക്കെ തയ്യക്കടയുണ്ട്, ഇവന് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു അന്തസ്സുമായി. ഒരു ചായ ചോദിച്ചിട്ട് ഇത് എത്ര നേരമായി? അത് മല്ലിക വന്ന് അതാണ്. പിന്നെ ഇക്കാ അതല്ല ഓള് വന്നിട്ട് പറയല്ലേ, ഓക്ക് ഞാൻ ആ എണ്ണന്റെ കാര്യം പറഞ്ഞു കൊടുത്തല്ലോ. അല്ല കൂവളത്തലേന്റെ ഓള് പറയണ അത് തേച്ചിട്ട് ഓളുടെ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടിയൊക്കെ വന്ന്. അതെ ആ കൂവളത്തിലെ സൂപ്പർ അല്ലേ, അതിന്റെ ഇലയും തണ്ടും വേരും ഒക്കെ ഗംഭീര ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളെ അല്ല ചില ഹംക്യങ്ങൾക്ക് ഇതൊന്നും തിരിച്ചറിയില്ലല്ലോ. അവർക്ക് ഈ ഐശ്വര്യ റായി തേക്കണ എണ്ണയൊക്കെ പറ്റുള്ളൂ അല്ലേ? ഈ 247 രൂപയുടെ എണ്ണയുടെ ഓണറെ കണ്ടിട്ടുണ്ടോ റസിയ? നാളൊരു ടി-വിയിൽ അവാർഡ് നൈറ്റിന് പുള്ളി അവാർഡ് കൊടുക്കാൻ വന്ന് ഒരൊറ്റ മുടിയില്ല, പെട്ടത്തല്ലാണ് പുള്ളിക്ക്. അങ്ങനെ മുടി വളരാണെങ്കിൽ അയാൾക്ക് ഇച്ചിരി തേച്ചിട്ട് ഇച്ചിരി മുടി വളർത്തിക്കൂടെ? ആ ഹംക്കിന് ഈ കൂവളത്തിന്റെ അല്ലെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. വേണ്ട വേണ്ട, എന്റെ അയാൾ അത് വിറ്റ് കാശുണ്ടാക്കാൻ തുടങ്ങും. ഒരു ചായ കൂടി എടുക്കുക. ചായ വേണ്ട, ചായ വേണ്ട. അല്ല ഒരെണ്ണം കഴിക്കാതെ വേണ്ട, ഇപ്പൊ കുടിച്ചു. അല്ലടോ അന്ന് ഇപ്പൊ റസിയ മറ്റേ ഒരു കൂവളത്തിന്റെ അല്ലടെ എണ്ണ മറ്റേ മല്ലികക്ക് പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ മുടി കൊഴിച്ചിൽ നിന്നു എന്ന് പറഞ്ഞ്. അതെ ഇപ്പൊ ചോറിൽ മുടിയില്ലല്ലോ. അതെല്ലേ? ശരിക്കും മുടി വളർന്നാ? മുടി വളർന്നോന്ന് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് മുടി വളർന്നു, ഇപ്പൊ കൊഴിച്ചിലും ഇല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞത്. കൊഴിച്ചിൽ വന്നിട്ടുണ്ട് എന്തായാലും. അല്ലേ? നല്ല മരുന്നാ കേട്ടോ. അതാണ് കൂവളത്തിന്റെ അല്ല, അല്ലാണ്ട് 247 എണ്ണ അതല്ല. ഈ കണ്ണി കണ്ട മരുന്ന് ഇതൊന്നും വാങ്ങി തേക്കരുത്. അതായത് വേറൊന്നുമല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഇവളുടെ ഒരു കൂട്ടുകാരിയെ ഒരു കൂട്ടുകാരി 247 ഉറുപ്പിയുടെ എണ്ണ ആഴ്ചയിൽ ഒരാഴ്ച നിൽക്കില്ല ഒരു കുപ്പി മേടിച്ചാല്. അതിങ്ങനെ വർഷങ്ങളായി ഇപ്പൊ തേച്ചോണ്ടിരിക്കുന്നത്, യാതൊരു ഫലവും ഇല്ല, ഇപ്പോഴും കൊഴിഞ്ഞോണ്ടിരിക്കുക തന്നെയാണ്. ഇത്ര അല്ലേ കൂട്ടുകാരിക്ക് 10 കുപ്പി തേച്ചിട്ട് ഒരു ഫലമില്ല. അല്ല കൂട്ടുകാരിക്കേ 10 കുപ്പി തേച്ചിട്ട് ഒരു ഫലമില്ല അല്ലേ? ഫലം ഉണ്ടാവില്ലല്ലോ. അത് ഐശ്വര്യ റായിയുടെ മുടി മാത്രമേ വളരണുള്ളൂ. തലക്കകത്തെ കാളിമണ്ണുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ പറയും അല്ലേ? ശരിക്കും നമ്മുടെ ഈ മുറ്റത്തും തൊടിയിലൊക്കെ ഉള്ള ഔഷധ ഗുണമുള്ള ഈ സസ്യങ്ങളുണ്ടല്ലോ ഇല്ലേ? ഇപ്പൊ എണ്ണ കാച്ചാനാണെങ്കിൽ കറുക, കുറുന്തോട്ടി, കഞ്ഞുണ്ണി, പിന്നെ വേറൊരു മറ്റേ ഇതില്ലേ എന്താണ് വേറെ അല്ലാതെ ഈ അലോവര എന്ന് പറയുന്നത് ഒരു സാധനം നമ്മുടെ കറ്റാർ വാഴ പിന്നെ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങോട്ട് പോരുമ്പോണ്ടെങ്കിൽ എന്തൊരു ഔഷധം അതെന്നറിയോ. പക്ഷെ എന്നാലും ആ 247 എത്ര അതിന്റെ വില? 247 എണ്ണയുടെ പരസ്യത്തിലേ അത് തേച്ചാ മുടി മുറ്റത്ത് കിടന്ന് അടിയൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവളുടെ മുടി മുറ്റത്ത് കിടന്ന് അടിക്കുമല്ലോ ഇവള് കിടക്കുമ്പോ. അത് കൊഴിഞ്ഞു പോയിട്ട് മുറ്റത്തിട്ട് അടിക്കണല്ലേ. ഇതിലൊക്കെ പൈസ ചെലവാക്കണവരൊക്കെ ഉണ്ടല്ലോ, മന്ദബുദ്ധികൾ തന്നെ വിളിക്കണം അല്ലേ? ഇത് അടിയുടെ ചിരയുടെ തരികിട മേളം